സ്വന്തം ഭാര്യ തന്റെ അടുത്തേക്ക് വരുന്നത് തടയാൻ നദിയിലെ ബണ്ട് പൊട്ടിച്ച് ഒരു നാടിനെ മുഴുവൻ വെള്ളത്തിൽ മുക്കിയ കൊടും ക്രൂരതയുടെ കഥ കൂടിയുണ്ട് 1993 അമേരിക്കയിലുണ്ടായ മഹാപ്രളയത്തിന് പറയാൻ. ജെയിംസ് റോബർട്ട് സ്കോട്ടായിരുന്നു ആ കൊടും ക്രിമിനൽ. 1993 അമേരിക്കയെ പിടിച്ചുലച്ച മഹാപ്രളയത്തിന്റെ പേരിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് ഇയാൾ. അമേരിക്കൻ സംസ്ഥാനമായ ഇല്ലിനോയിയിലെ വെസ്റ്റ് കിൻസിക്ക് സമീപത്ത് മിസിസിപ്പി നദിയിൽ വൻ വെള്ളപ്പൊക്കമുണ്ടായതിന് കാരണക്കാരനായി എന്നതാണ് ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റം. 1993 മിസിസിപ്പി, മിസോറി നദികളിലും പോഷക നദികളിലും ഉണ്ടായ വെള്ളപ്പൊക്കം മധ്യ പടിഞ്ഞാറൻ അമേരിക്കക്ക് വൻ ദുരന്തമാണ് വരുത്തിവെച്ചത്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീണ്ടുനിന്ന പ്രളയത്തിൽ 50-ലേറെ പേർ മരിക്കുകയും ആയിരക്കണക്കിന് കെട്ടിടങ്ങളും 10,000-കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയും നശിക്കുകയും ചെയ്തു. അന്ന് ഏകദേശം 12 മുതൽ 16 വരെ ബില്യൺ US$ നാശനഷ്ടമാണ് കണക്കാക്കപ്പെട്ടത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇത് ഏകദേശം 25 മുതൽ 32 ബില്യൺ ഡോളർ വരും. താൻ ബണ്ട് പൊട്ടിച്ചതാണ് 320 കിലോമീറ്ററിലേറെ ഭാഗത്തെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചതെന്ന് ഇയാൾ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകളും സുഹൃത്തുക്കളും സമീപവാസികളും നൽകിയ മൊഴികളുമാണ് ഇയാൾക്കെതിരെ ശിക്ഷ വിധിക്കാൻ കാരണമായത്. മറ്റൊരു പാർട്ടിക്കിടെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും നടത്തിയ വീമ്പു പറച്ചിലാണ് ഇയാളെ കുടുക്കുന്നതിലേക്ക് നയിച്ചത്. മിസോറി നദിയുടെ മറുകരയിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഇയാളും തമ്മിൽ ചെറിയ അസ്വാരസ്യമുണ്ടായിരുന്നു. സംഭവ ദിവസം ഒരു പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്കോട്ട്. ആ നേരം ഭാര്യ നദി കടന്നു വരാതിരിക്കാൻ നദിക്ക് കുറുകെ കെട്ടിയ ലെവിയുടെ മണൽച്ചാക്കുകളിൽ കുറച്ചെണ്ണം എടുത്തു കളയുകയായിരുന്നു. പക്ഷെ അതിന്റെ പരിണിതി സ്കോട്ട് കരുതിയതിലും അപ്പുറമായിപ്പോയി. കുതിച്ചെത്തിയ വെള്ളം ഏതാണ്ട് 200 മൈൽ പ്രദേശത്തെ മൂടിക്കളഞ്ഞു. പ്രദേശത്തെ പാലങ്ങൾ ഒലിച്ചുപോയി. 14,000 ഏക്കർ, അതായത് 57 കിലോമീറ്റർ കൃഷിഭൂമിയിൽ വെള്ളം കയറുകയും നിരവധി കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. 71 ദിവസമാണ് പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടന്നത്. 1969 നവംബർ 20 ജനിച്ച ജെയിംസ് ഇല്ലിനോയിലെ ക്വിൻസിയിലാണ് വളർന്നത്. മനഃപൂർവ്വം ഒരു ദുരന്തം ഉണ്ടാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1994 ഇയാളെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 3 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ജൂറി 4 മണിക്കൂർ ചർച്ച ചെയ്താണ് ശിക്ഷ വിധിച്ചത്. എന്നാൽ കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി അപ്പീലിൽ പോയതിന് പിന്നാലെ 1997 ഫെബ്രുവരി 25 മിസോറി അപ്പീൽ കോടതി ശിക്ഷാവിധി റദ്ദാക്കി. സ്കോട്ട് മനഃപൂർവ്വം പുലിമുട്ട് തകർത്തെന്ന് പറയുന്ന സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് വിധി റദ്ദാക്കാൻ കാരണം. ഇതിനെതിരെ നൽകിയ അപ്പീലിൽ 1998 കേസിൽ വീണ്ടും കോടതി വിചാരണ ആരംഭിച്ചു. ഏപ്രിൽ 30 3 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം ശിക്ഷ പുനഃസ്ഥാപിക്കുകയും ജൂലൈ 6 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. വിധി പ്രകാരം സ്കോട്ടിന് 2026 പരോളിന് അർഹതയുള്ളൂ. ചെറുപ്പം മുതലേ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. 20 വയസ്സിനിടെ തന്നെ 6 ജയിലുകളിൽ ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. ചെറിയ കാലയളവുകളാണെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും മോഷണത്തിനായിരുന്നു. 2 തീയിട്ടതുമായി ബന്ധപ്പെട്ട കേസുകളുമാണ്. 1982 തന്റെ പ്രാഥമിക വിദ്യാലയമായ കിൻസിയിലെ വെബ്സ്റ്റർ എലിമെന്ററി സ്കൂളിന് തീവച്ചതും 1988 ഒരു ഗാരേജ് ഉൾപ്പെടെ കത്തിച്ചതുമാണ് ഈ കേസുകൾ. 1988 തീവെപ്പിന് 7 വർഷം ശിക്ഷിക്കപ്പെട്ട സ്കോട്ട് 1993 പരോൾ ലഭിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് കിൻസിയിലെ ഒരു ബർഗർ ഷോപ്പിൽ ജോലിക്ക് കയറി. രാത്രികളിൽ അമിതമായി മദ്യപിക്കൽ ഇദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. 1993 മിസിസിപ്പി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായ ആദ്യഘട്ടത്തിൽ വെസ്റ്റ് കിൻസിയിലെ ലെവി ശക്തിപ്പെടുത്താൻ കിൻസിയെയും ഹാനിബാളിനെയും താമസക്കാർക്കൊപ്പം സ്കോട്ടും ദീർഘനേരം പണിയെടുത്തിരുന്നു. ജൂലൈ 16 നദിയിലെ വെള്ളപ്പൊക്കം കുറയുകയും കാര്യങ്ങൾ സാധാരണ നിലയിലാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ലെവി തകരുന്നത്. സമീപത്തെ ഭൂവുടമയും 2 ഗതാഗത വകുപ്പ് ജീവനക്കാരുമാണ് സംഭവത്തിൽ സ്കോട്ടിന്റെ പങ്ക് ആദ്യം സൂചിപ്പിക്കുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ച് നടത്തിയ പഠനം മിസോറി റോള സർവകലാശാലകളിലെ വിദഗ്ധർ ലെവി തകർന്നതിന് പിന്നിൽ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. ഇതിനിടെയാണ് ഭാര്യ വരാതിരിക്കാൻ താനാണ് ലെവി തകർത്തതെന്ന് ഒരു പാർട്ടിക്കിടെ ലക്കുകെട്ട് സ്കോട്ട് പറഞ്ഞ കാര്യം സ്കോട്ടിന്റെ പഴയ സുഹൃത്തായ ജോ ഫ്ലാച്ചി അധികൃതരെ അറിയിക്കുന്നത്. സ്കോട്ട് ഇത് പറയുന്നത് കേട്ട മറ്റുള്ളവരും ഇയാൾക്കെതിരെ രംഗത്തെത്തിയതോടെ സ്കോട്ട് ശരിക്കും കുടുങ്ങുകയായിരുന്നു. കേസ് അന്വേഷിച്ച കിൻസി പോലീസ് ഇയാളെ 1994 നവംബറിൽ വിചാരണക്കായി മിസോറിയിലേക്ക് കൊണ്ടുപോയി. തുടർന്നാണ് ഇയാൾക്കെതിരായ ശിക്ഷാവിധികൾ ഉണ്ടാവുന്നത്.
കേസ് കെട്ടിച്ചമച്ചതാണെന്നും താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കോട്ട്. ജെയിംസ് സ്കോട്ടിനെതിരെ സാക്ഷി പറഞ്ഞവരിൽ പ്രധാനപ്പെട്ട ഒരാളായ നോർമൽ ഹെയറിന് കേസിലുണ്ടായിരുന്ന സാമ്പത്തിക താൽപര്യം ചൂണ്ടിക്കാട്ടി ചിലർ സ്കോട്ടിനെ പിന്തുണക്കുന്നുമുണ്ട്. ഫാബിയസ് റിവർ ഡ്രെയിനേജ് ഡിസ്ട്രിക്ട് പ്രസിഡന്റും വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ച നദിയുടെ മിസോറി ഭാഗത്തുള്ള ഭൂമിയുടെ ഏറ്റവും വലിയ ഉടമയുമായിരുന്ന ഹെയറിന് തൻ്റെ ഭൂമിക്ക് വെള്ളപ്പൊക്ക ദുരന്ത ഇൻഷുറൻസ് ഇല്ലാതെ തന്നെ വൻതുക നഷ്ടപരിഹാരമായി ലഭിക്കാൻ കേസ് കാരണമായെന്നാണ് ഇവരുടെ പക്ഷം. വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തമല്ലെന്നും നശീകരണ പ്രവർത്തനങ്ങളാൽ സംഭവിച്ചതാണെന്നും നിർണയിക്കപ്പെട്ടതാണ് ഇയാൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ കാരണമായത്. വിചാരണയ്ക്കിടെ സ്കോട്ടിന്റെ ഈ സാമ്പത്തിക താൽപര്യം ഹെയർ വെളിപ്പെടുത്തിയില്ല എന്നുള്ളതും ഇവർ എടുത്തു പറയുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.